ലെറ്റ്സ് വെൽക്കം പ്രദീപ് സർ ഓൾസോ. ആൻഡ് ഇവരെല്ലാവരും ചേർന്ന് ഇപ്പോൾ നമ്മുടെ ദീപം തെളിയിക്കുന്ന ചടങ്ങിലേക്കാണ് കടക്കാൻ പോകുന്നത്. സോ ഐ എം റിക്വസ്റ്റിംഗ് എവരിബഡി പ്ലീസ് ജോയിൻ us over here and please do the honors. ഇതോടുകൂടി ഞാൻ വെൽക്കം ചെയ്യുന്നു. Yes, we have our music director, Pona Chandra Tejasi. Yes. All right, ladies and gentlemen, together we are going to do it. And this is the teaser launch of Shesham 2016. All right, അപ്പോൾ ആ ഒരു ശബ്ദം കഴിഞ്ഞ് ഇനി നമ്മൾ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ കന്നഡ മലയാളം ഒരുമിച്ചാണ് പടം റിലീസ്. അപ്പോൾ ജോണേട്ടൻ പറഞ്ഞ പോലെ എനിക്ക് കന്നഡ അത്ര ടഫായിട്ടൊന്നും തോന്നുന്നില്ല, എനിക്കൊന്നും മനസ്സിലാവുണ്ടായിരുന്നില്ല ഡയലോഗുകളൊക്കെ. അപ്പോൾ കൂടെ അഭിനയിക്കുന്നപ്പോൾ ഞങ്ങൾ കുറച്ച് മലയാള ആർട്ടിസ്റ്റുകൾ, ബാക്കിയൊക്കെ കന്നഡയിലുള്ള ആർട്ടിസ്റ്റുകളാണ്. അപ്പോൾ കൺഫ്യൂഷൻ, എന്തെങ്കിലും ഡൗട്ട് വന്നാൽ ചോദിക്കുന്നത് അവരോടാണ്. അപ്പോൾ അവർ കന്നഡയിൽ മറുപടി അപ്പോൾ ഓക്കെ എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു അഭിനയം. അപ്പോൾ രണ്ടും ഒരേ സമയത്ത് ഷൂട്ട് ചെയ്ത കാരണം തന്നെ ഭയങ്കര രസമായിരുന്നു. അപ്പോൾ എപ്പോഴും പ്രാർത്ഥിക്കും ആദ്യം മലയാളം ഷൂട്ട് ചെയ്യണം, കാരണം അർത്ഥം മനസ്സിലാക്കി അഭിനയിക്കണമെങ്കിൽ ആദ്യം മലയാളം തന്നെ എന്നുള്ളൊരു പ്രാർത്ഥനയിലാണ് ഓരോ ഷോട്ടും ഓരോ സീനും തുടങ്ങിയിരുന്നത്. അപ്പോൾ പക്ഷെ നമുക്ക് ഡയറക്ടർ, ഈ പറയുന്ന പോലെ ഡയറക്ടർ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ, അപ്പോൾ പുള്ളി തമിഴ് വാക്ക് കൺഫ്യൂഷനായി ഞങ്ങളോട്. മലയാളത്തിൽ പറയണോ, ഇംഗ്ലീഷിൽ പറയണോ, തമിഴിൽ പറയണോ, എനിക്കാണെങ്കിൽ ഒരു ഭാഷ മനസ്സിലാവാത്തതുകൊണ്ട് പുള്ളി എന്തൊക്കെയോ പറയും. അപ്പോൾ അത്രയും പുള്ളി നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ മാക്സിമം ആളുടെ ലാംഗ്വേജ് കന്നഡയാണ്, ആളുടെ കംഫർട്ട് ലാംഗ്വേജ്. പക്ഷെ അത് വിട്ട് ഏതെങ്കിലും പറഞ്ഞ് ഉപമാരെന്ന് മനസ്സിലാക്കിയിരിക്കണം എന്നുള്ള രീതിയിലാണ് നമ്മളോട് പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പോൾ അത്രയും സപ്പോർട്ടായിട്ട് നിന്നിട്ടുണ്ടായിരുന്നു. താങ്ക് യു. അപ്പോൾ ഇതിൽ ഈ പറയുന്ന പോലെ ഒരു പോലീസ് സ്റ്റേഷൻ ബേസ് ചെയ്ത ഒരു ത്രില്ലറൊക്കെയാണ്. അപ്പോൾ ത്രില്ലടിച്ച് കാണാൻ പറ്റുന്ന ഒരു ക്രൈം ത്രില്ലർ എന്നൊക്കെ വേണമെങ്കിൽ പറയുന്ന ഒരു മൂവിയാണ്. അപ്പോൾ പോലീസ് സ്റ്റേഷൻ ബേസ് ചെയ്തിട്ടുള്ളതായതുകൊണ്ട് തന്നെ അതിലൊരു പോലീസുകാരനാണ് ഞാനും. അപ്പോൾ അതിൻ്റെതായ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഒരു പോലീസ് ക്യാരക്ടറൊക്കെ ചെയ്തിരുന്നത്. അപ്പോൾ അങ്ങനെ ആ യൂണിഫോം ഒക്കെ ഇട്ട് അഭിനയിച്ചു. ഈ തോക്ക് പിടിച്ച് നിൽക്കുന്നത് ഞാൻ ഒരൊറ്റ ഷോട്ടിലുള്ളൂ. ആ ഷോട്ട് പോസ്റ്റിൽ കണ്ടപ്പോൾ ഇതൊക്കെ ചെറുപ്പത്തിൽ നമ്മൾ തോക്കൊക്കെ പിടിച്ചിരിക്കുന്ന ഫോട്ടോ കാണുന്ന ആഗ്രഹിച്ചിട്ടുള്ളൂ. ഇപ്പോൾ നേരിട്ട് എന്നെ തന്നെ അത് കാണാൻ പറ്റി. അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം. അപ്പോൾ പടം റിലീസാവാണ്. ഇപ്പോൾ കുറച്ച് നാളായി ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്ത് അവസാനം പടം റിലീസാവാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇവിടെ വന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. അപ്പോൾ ശേഷം സ്ക്രീൻ. താങ്ക് യു.